മുഖ്യമന്ത്രി നയിക്കുന്നു. ബാക്കിയുള്ള ടീം ഒറ്റയ്ക്ക് മുന്നേറാനല്ല, പാസ് ചെയ്ത് ഒന്നിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് തുടർച്ച ഈ ഗവൺമെന്റ് വന്നത് വളരെ ഗുണകരമായി ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും മുന്നേറ്റം ഉണ്ടാക്കുക. അതെ, അപ്പോൾ അതൊരു കുതിച്ചുചാട്ടത്തിലേക്ക് എത്തണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു തുടർച്ച കേരളം ആഗ്രഹിക്കുന്നു എന്നതല്ലേ യാഥാർത്ഥ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. വിഷൻ, നയം, ആക്ഷൻ, ഇത് മൂന്നിൻ്റെയും തുടർച്ച ആണ് ഇത്രയും വലിയ റിസൾട്ട് ഉണ്ടാക്കിയത്. ആ തുടർച്ച വിപ്ലവകരമായ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കും, ഒരു സംശയം. രാജേഷ്, നമ്മളെല്ലാം അന്ന് രാജേഷ് രാജൻ സ്പീക്കറായിരുന്നു. ഞാൻ മന്ത്രിയായതിനു ശേഷം എല്ലാ ജില്ലകളിലും ഒരു മീറ്റ് ദ മിനിസ്റ്റർ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ മേഖലയിലെ പ്രശ്നങ്ങളെന്ന് പഠിക്കലാണല്ലോ നമ്മുടെ പ്രധാന ഉദ്ദേശം. ഏറ്റവും കൂടുതൽ പരാതികളെന്ന് മുഴുവൻ പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ വകുപ്പുകളെ കുറിച്ചായിരുന്നു. നമ്മുടെ രാജ്യത്ത് വ്യവസായ ലൈസൻസ് കൊടുക്കാൻ പഞ്ചായത്തുകൾക്ക് അധികാരമുള്ള അപൂർവ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. നമ്മൾ ഈ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി. എന്നാൽ അപേക്ഷ സ്വീകരിക്കുന്നതിൽ, സാങ്കേതികത്വം പറയുന്നതിൽ ഏറ്റവും കൂടുതൽ പരാതിയുള്ള ഒരു മേഖല തദ്ദേശ സ്വയംഭരണ വകുപ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ കുറേയേറെ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ വ്യവസായ വകുപ്പിൽ അല്ലെങ്കിൽ കേരളത്തിൽ കൂടുതൽ വ്യവസായം വരണമെങ്കിൽ വ്യവസായ വകുപ്പ് മാത്രം വിചാരിച്ചാൽ ഒരിക്കലും വരാൻ കഴിയില്ല. മറ്റെല്ലാ വകുപ്പുകളുടെയും നല്ല പിന്തുണ, മുഖ്യമന്ത്രിയുടെ ഏകോപനം, ഇതൊക്കെയാണ് വന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് കഴിഞ്ഞു. മുഖ്യമന്ത്രി തന്നെ നമ്മുടെ എല്ലാവരും യോഗം വിളിച്ചു ചേർത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾ, കുറേ ചട്ടങ്ങൾ ഭേദഗതി വരുത്താൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഈ വകുപ്പുകളുടെ ഏകോപനം വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് കരുതുന്നത്. അതിൽ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ ലൈസൻസ്, വീടുകളിൽ സംരംഭം തുടങ്ങുക എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൽ 3000 സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള വീടുകൾ നല്ല രീതിയിലുണ്ട്. അതിൻ്റെ പരതാമസമൊക്കെ വളരെ ആവേശകരമായിരിക്കുമെങ്കിലും പിന്നെ ഇത് അടിച്ചു തുടയ്ക്കലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. വീട്ടിൽ നല്ല വിഭവശേഷിയുണ്ട്, മാനവ വിഭവശേഷി. BCom വീട്ടമ്മ, BA വീട്ടമ്മ, MBA വീട്ടമ്മ, അങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെയും LDFിൻ്റെയും പരിപാടിയിൽ തന്നെ ഒരു വീട്ടിൽ സംരംഭം. നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും തടസ്സം ഉണ്ടാക്കിയിരുന്ന ചട്ടങ്ങളായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറ്റുന്നതാണ്. എന്താണ് അതിന് ആ മാറ്റങ്ങൾ എന്ന് ചുരുക്കി പറഞ്ഞാൽ? പണ്ട് നമുക്കൊരു വില്ലൻ വേഷമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എല്ലാ സംരംഭങ്ങളെയും മുടക്കുന്നവർ, വ്യവസായങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നവർ, വിവേചനരഹിതമായിട്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നവർ, സംരംഭകരെ വട്ടം കറക്കുന്നവർ. ഓർക്കുന്നുണ്ടാവും കുറച്ചു കാലം മുമ്പ് വന്ന ചില വാർത്തകളൊക്കെ. അവിടെ നിന്ന് ഇപ്പോൾ രാജീവ് പറഞ്ഞ പോലെ നമുക്കൊരു വലിയ കൂട്ടായ പ്രവർത്തനം കൊണ്ടൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റി. ഇപ്പോൾ ഇൻവെസ്റ്റ് മീറ്റ് നടക്കുന്നതിൻ്റെ തലേ ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് ഞാനന്ന് പ്രഖ്യാപിച്ചിരുന്നു, പഞ്ചായത്ത്, മുനിസിപ്പൽ ലൈസൻസ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്നു. ഇൻവെസ്റ്റ് മീറ്റ് നടക്കുന്ന ദിവസം അത് പ്രധാന വാർത്തയായിരുന്നു. നല്ല ആത്മവിശ്വാസം നൽകിയ, അതെ, വലിയ വാർത്തയായിരുന്നു. അന്ന് നമ്മൾ സംസാരിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അദാലത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ ഒരുപാട് പരാതികൾ അദാലത്തിൽ വന്നിരുന്നു, സമാനമായിട്ടുള്ള പരാതികൾ. മലപ്പുറത്തെ അദാലത്തിൽ വലിയൊരാൾക്കൂട്ടത്തിൻ്റെ നടുവിലിരിക്കുമ്പോഴാണ് രാജീവിൻ്റെ ഫോൺ വരുന്നത്. അപ്പോൾ ഞാൻ തിരക്കിനിടയ്ക്കാണ് ആകെ വേർത്ത് കുളിച്ചിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വ്യവസായ മന്ത്രിയാണ്, എന്താ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഫോൺ എടുത്തപ്പോൾ എന്നെ വിളിച്ചത് ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാനാണ് വിളിച്ചത്. കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു, അതിൽ നിങ്ങളൊരു വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ നമ്മളൊരു ഏകോപിതമായിട്ട് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിഷ്കാരങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത്. അപ്പം അതിൽ ഏറ്റവും പ്രധാനം ഈ പറഞ്ഞതാണ്, വീടുകളിൽ സംരംഭം ആരംഭിക്കാൻ ഇപ്പോൾ പഞ്ചായത്ത് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിക്കഴിഞ്ഞു. മുനിസിപ്പൽ ചട്ടങ്ങളിൽ സമാനമായ ഭേദഗതി ഉടൻ വരും, വിജ്ഞാപനം ചെയ്യും. ആ ഭേദഗതിയുടെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിൽ 50% സ്ഥലം സംരംഭത്തിന് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഉപയോഗ ഗണം ഏതാണ്, ഒക്യുപ്പൻസി ഏതാണെന്ന് നോക്കാതെ ലൈസൻസ് കൊടുക്കും. അപ്പോൾ ലൈസൻസ് കൊടുക്കുമ്പോൾ
ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ലോണ് കിട്ടും, സബ്സിഡി കിട്ടും, മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടും. ലൈസൻസ് ഇല്ലെങ്കിൽ ഇത് പലതും കിട്ടില്ല. ഇന്നലെ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ നമ്മളവിടെ ഒരു സംരംഭക സംഗമം നടത്തിയത് അതെ അതെ ഞാനന്ന് വന്നിരുന്നു. തൃത്താലയിൽ ഇന്നലെ ഒരു കൗതുകകരമായ അനുഭവം ഉണ്ടായി. അപ്പോൾ ആ, ഒരു സംരംഭം എന്ന് പറഞ്ഞാൽ ഈ ഒരു മേക്ക് ഓവർ സംരംഭമാണ്. ഒരു വനിത, അവർ ഈ രംഗത്ത് വൈദഗ്ധ്യമുള്ള ഒരാളാണ്. വീടിനോട് ചേർന്ന് തന്നെ വീട്ടുവളപ്പിൽ തന്നെ അവരൊരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ്. നല്ല മികച്ച സംരംഭമാണ്. ഞാനതിൻ്റെ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഈ വരുത്തിയ മാറ്റം, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി സബ്സിഡി, ലോണ്, മറ്റെല്ലാ കാര്യങ്ങളും കിട്ടുമെന്ന്. അപ്പോൾ വന്നു തുടങ്ങിയെന്നാണ് ഞാൻ പറഞ്ഞത്. വന്നു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൽ ഈ പറഞ്ഞത് വളരെ ശരിയാണ്. വലിയ വീടുകളാണ് എല്ലാവരും വയ്ക്കുന്നത്. ആ വലിയ വീടുകളിൽ താമസിക്കാൻ മാത്രം ആളുണ്ടാവാറുമില്ല പലപ്പോഴും. അപ്പോൾ വീടുകൾ തന്നെ ഇപ്പോൾ ഒരു വരുമാനമുണ്ടാക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങളായിട്ട് മാറുകയാണ്. അതിന് പുറമെയാണ് അടച്ചിട്ട 18 ലക്ഷം വീടുണ്ടെന്നാണ് കണക്ക്. 18 ലക്ഷം വീട്. അപ്പം അടച്ചിട്ട വീടുകൾ ഇടയ്ക്കൊരു വാർത്തയും വിവാദമൊക്കെ വന്ന് ഓർക്കുന്നുണ്ടാവും, അടച്ചിട്ട വീടിന് നികുതി വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടച്ചിട്ട വീടാണെങ്കിൽ, ആൾ താമസമില്ലാത്ത വീടാണെങ്കിൽ 100% സ്ഥലവും ഇതിനുപയോഗിക്കാം. അപ്പോൾ വലിയൊരു വിപ്ലവകരമായ മാറ്റത്തിനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാനും വർഷം കൊണ്ട് വലിയ മാറ്റം ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം സംരംഭങ്ങൾ ധാരാളമായിട്ട് വരും. അതിന് പ്രത്യേക മുതൽ മുടക്കിൻ്റെ ആവശ്യമില്ലാതെ വരും. പുതിയൊരു കെട്ടിടം, മറ്റു കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ലൈസൻസ് വീട്ടിലെ സംരംഭത്തിന് കൊടുക്കുന്നു മാത്രമല്ല, ലൈസൻസ് ചട്ടങ്ങൾ തന്നെ ഉദാരാക്കിയല്ലോ. ഇപ്പോൾ ഈ പലതിനും ലൈസൻസ് വേണ്ട, രജിസ്ട്രേഷൻ മതി. ഇപ്പോൾ ഈ വൈറ്റ് ഗ്രീൻ കാറ്റഗറി ആണെങ്കിൽ ലൈസൻസ് വേണ്ട. വ്യവസായ മേഖല, ഇൻഡസ്ട്രിയൽ പാർക്കിലാണെങ്കിൽ ലൈസൻസിൻ്റെ ആവശ്യമില്ല. പിന്നെ ലൈസൻസ് കിട്ടണമെങ്കിൽ ആവശ്യമായിട്ട് രേഖകളുടെ എണ്ണം കുറച്ചു. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടായാൽ മതി. പിന്നെ PCBയുടെ അനുമതി വേണ്ടിടത്ത് ആ അനുമതിയും ആവശ്യമാണ്. ബാക്കി നേരത്തെ ഉണ്ടായിരുന്ന അനേകം രേഖകളുടെ എണ്ണം വെട്ടിക്കുറച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തിയതുകൂടി ലൈസൻസ് വ്യവസ്ഥകൾ ഉദാരമാക്കി. ലൈസൻസ് വീടുകളിൽ കൊടുക്കാം എന്ന നില വന്നു. അപ്പോൾ വീടുകളിൽ സംരംഭങ്ങൾ ആരംഭിക്കുക എന്നുള്ള സ്ഥിതി വന്നു. ഈ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ അനേകം വീട്ടമ്മ, കേരളത്തിലെ മിക്കവാറും സ്ത്രീകൾ വിദ്യാഭ്യാസമുള്ളവരും വൈദഗ്ധ്യമുള്ളവരൊക്കെയാണ്. പക്ഷേ പിന്നീട് അവർ വീട്ടമ്മമാരായി ഒരു വരുമാനം കിട്ടാത്ത വീട്ടിലെ പണി മാത്രം ചെയ്ത് ജീവിക്കുന്നു. അതിന് ഒരു മാറ്റം വരാൻ പോകുന്നു. അല്ല, യഥാർത്ഥത്തിൽ രണ്ട് മാറ്റമുണ്ട്. ആയുഷ് പറഞ്ഞ കൂടെ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ നമ്മൾ ലൈസൻസ് കൊടുക്കുമ്പോൾ ഒരു കമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ ഏരിയയിലാണെങ്കിൽ ലൈസൻസിന് എന്നാൽ ഇനിയിപ്പോൾ വീടിനോട് ചേർന്ന് തന്നെ ഒരു മുറി എടുത്താൽ പോലും പറയും ഇത് കമേഴ്ഷ്യൽ ഏരിയയിലല്ല, അതുകൊണ്ട് തരാൻ പറ്റില്ല. അല്ലെങ്കിൽ ചെറിയ ഇൻഡസ്ട്രി ആണെങ്കിൽ അത് അപ്പോൾ സോൺ വരുന്നു. അപ്പോൾ ഇതോടുകൂടി സോണിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുമല്ലോ. റെസിഡൻഷ്യൽ സോണിലും സംരംഭങ്ങളാകാം എന്ന ഒരു മാറ്റം കൂടി അതിൻ്റെ ഭാഗമായിട്ട് വരികയാണല്ലോ. എനിക്കൊന്ന് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ചൈനയിലെ വലിയ കുതിച്ചുചാട്ടത്തിൽ പ്രധാനം പണ്ട് കുടിൽ സംരംഭം എന്നാണ് പറയുന്നത്. ഇപ്പോൾ കുടിലല്ല, എല്ലാവരും വീട് തന്നെയാണ്. ഓരോ വീട്ടിലും ഓരോ സംരംഭം ഉണ്ടെന്നുള്ളതാണ്. അതിപ്പോൾ അച്ചാർ അല്ലെങ്കിൽ കായ വറുത്തത് അല്ലെങ്കിൽ ഇത് മാത്രമല്ല, പുതിയ ഇലക്ട്രോണിക്സിൻ്റെ ചെറിയ ഉപകരണമാകാം. അല്ലെങ്കിൽ ഞാൻ പാലക്കാട് അന്ന് വന്നപ്പോൾ നെന്മാറ പരിപാടിക്ക് വന്നപ്പോൾ ഓർക്കുന്നുണ്ട്, അവിടെ ആയിരക്കണക്കിന് സ്ത്രീകൾ വീട്ടിൽ തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഗാർമെൻറ്റ് ഫാക്ടറിയിൽ നിന്ന് ഡിസൈൻ കൊടുക്കുന്നു, തുണി കൊടുക്കുന്നു, ഇവരടിച്ച് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഫ്ലെക്സി അവേഴ്സാണ്, ഇവരുടെ സൗകര്യത്തിനാണ് സമയമെടുത്ത് കൊടുക്കുന്നത്. മാനുഫാക്ചറിങ്ങിന് പുതിയതാണ്. അപ്പം അത് വരുന്നതോടുകൂടി നമ്മുടെ സ്ത്രീകളുടെ ഒരു തൊഴിൽ സംരംഭം ഇതിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സ്ത്രീകളുടെ അധ്വാനം ഇപ്പോൾ ഒരു മൂല്യവർദ്ധനവിന് ഇടയാക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലെ പണി കാണാപ്പണിയാണ്, വരുമാനം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിനൊരു മാറ്റം വരുന്നു. സ്ത്രീകളുടെ അധ്വാനത്തിന് ഒരു മൂല്യം ഉണ്ടാവാൻ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ മാറ്റം. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പുതിയ അവസരത്തിൻ്റെ ലോകം കൂടി തുറന്നു കിട്ടുകയാണ്. സംയുക്തമായിട്ട് സ്ത്രീകളും പുരുഷന്മാർക്കും ചേർന്നിട്ടുള്ള സംരംഭങ്ങൾ, വീട്ടിലെ കുടുംബത്തിന് തന്നെ ഒരു സംരംഭം എന്ന നിലയ്ക്ക് ആരംഭിക്കാം. വലിയ സാധ്യതയാണ്. ഈ ചൈനയുടെ മാതൃക പറഞ്ഞത് തീർച്ചയായിട്ടും കുറച്ച് കാലത്തിനുള്ളിൽ കേരളത്തിലുണ്ടാവാൻ പോകുന്നൊരു മാറ്റം അതായിരിക്കും. നമ്മുടെ GDP-യിൽ വലിയ റിഫ്ലക്ഷൻ അതിൻ്റെ ഉണ്ടാവും എന്ന് നിസ്സംശയം പറയാൻ പറ്റും. അതിൽ ഈ ആക്ടിവിറ്റി മാറ്റം പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ നേരത്തെ വ്യവസായ വകുപ്പിൻ്റെ തന്നെ ഒരു പ്രാകൃതമായ രീതി, ഒരു പേപ്പർ കപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കപ്പ് നിർമ്മിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഗവൺമെൻറ് തന്നെ പ്ലാസ്റ്റിക് കപ്പ് ഇപ്പോൾ നല്ല ശക്തമായ നടപടികളാണല്ലോ, നിരോധിച്ചു. അപ്പോൾ ഇയാൾക്കൊന്ന് പേപ്പർ കപ്പിലേക്ക് പോകണം. അപ്പോൾ പേപ്പർ കപ്പിലേക്ക് പോകാൻ തീരുമാനിച്ച്
നേരത്തെ അതിൻ്റെ അനുമതി കിട്ടി വരുമ്പോഴേക്കും പേപ്പർ കപ്പ് നിരോധിച്ചിട്ടുണ്ടാവും, 4-5 വർഷം എടുക്കും. അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു, അല്ല മക്കൾക്ക് ഓണർ, അതിൽ റവന്യൂ വകുപ്പും ഇതുപോലെ വളരെ സഹായകരമായ നിലപാടെടുക്കും. അങ്ങനെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള ചട്ടങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി മാറ്റിയത്. അതുകൊണ്ട് എസ്റ്റേറ്റുകൾക്കകത്ത് ഈ മാറ്റം നേരത്തെ വന്നു, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കഴിയും. ഇപ്പോൾ എനിക്ക് ഇന്നലെ ഒരാൾ അയക്കുകയുണ്ടായി, നിങ്ങൾ മന്ത്രിമാരെല്ലാം പ്രഖ്യാപിക്കുന്നു വീട്ടിലും തുടങ്ങാം, പക്ഷേ എനിക്ക് കൊച്ചി കോർപ്പറേഷനിൽ ഞാനിത് ലൈസൻസിന് കൊടുത്തിട്ട് ഇത് കമേഴ്സ്യൽ ഏരിയയാണ്, ഇവിടെ അല്ല റെസിഡൻഷ്യൽ ഏരിയയാണ്, ഇവിടെ തരാൻ കഴിയില്ല എന്ന് മറുപടി പറഞ്ഞതായിട്ട് ഒരാൾ നൽകുകയുണ്ടായി. അപ്പം ഇനി പഞ്ചായത്തിൽ നിന്നുള്ളതിനെ അങ്ങോട്ടൊക്കെ ഒന്ന് മാറാൻ കഴിയും. എത്രയും പെട്ടെന്ന് തന്നെ മുനിസിപ്പാലിറ്റിയിലും ഇതേ ചട്ട ഭേദഗതികൾ നിലവിൽ വരും, ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യും. ഇപ്പോൾ പഞ്ചായത്തിലേതാണ് ആദ്യം വന്നത്, ഒട്ടും വൈകാതെ ഇത് വരും. വേറെ പ്രത്യേകത ഈ പറഞ്ഞ ലൈസൻസ് മാറ്റാം. ഇപ്പോൾ ഒരാൾ ഉടമ മാറുന്നു, നേരത്തെ ലൈസൻസ് മാറ്റാൻ പറ്റില്ല, പുതിയ ലൈസൻസ് എടുക്കണം. ഇപ്പോൾ ലൈസൻസും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ ലൈസൻസ് ഇപ്പോൾ ഒരേ കെട്ടിടത്തിൽ ഒന്നിൽ കൂടുതൽ ലൈസൻസ് കൊടുക്കാം, ഒന്നിൽ കൂടുതൽ സംരംഭത്തിന് ലൈസൻസ് കൊടുക്കാം. പിന്നെ ലൈസൻസിൻ്റെ ഫീസ് അല്ല, ലൈസൻസ് എടുക്കുന്നത് നേരത്തെ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു സാമ്പത്തിക വർഷം അവസാനിച്ചാൽ ലൈസൻസിൻ്റെ കാലാവധി അവസാനിച്ചു. അതായത് ഫെബ്രുവരിയിൽ ലൈസൻസ് കിട്ടി, മാർച്ച് 31 കാലാവധി അവസാനിക്കും. ഇപ്പം അത് മാറ്റി 1 വർഷമാക്കി, മിനിമം കാലാവധി 1 വർഷമാക്കി. പിന്നെ ലൈസൻസ് പുതുക്കാൻ അപേക്ഷ കൊടുക്കണ്ട, സെൽഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സാക്ഷ്യപത്രം മാത്രം കൊടുത്താൽ മതി, ഫീസ് അടച്ചാൽ മതി. എത്ര വർഷത്തേക്കായിരിക്കും ഇപ്പോൾ ലൈസൻസ്? 5 വർഷം വരെ ആവാം. 5 വർഷം. 5 വർഷം വരെ ലൈസൻസ് എടുക്കാം. പിന്നെ അപേക്ഷ കൊടുക്കണ്ട, കാത്തിരിക്കേണ്ട, സ്വയമേവ ലൈസൻസ് പുതുക്കും. ഈ സെൽഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സാക്ഷ്യപത്രം അവിടെ കൊടുത്താൽ, സ്വയം സാക്ഷ്യപ്പെടുത്തി കൊടുത്താൽ, ഫീസും അടച്ചാൽ ലൈസൻസ് പുതുക്കലായി, വേറെ അപേക്ഷയൊന്നും ആവശ്യമില്ല. അപ്പോൾ ആ നിലയിലുള്ള കുറേ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ഒരിക്കൽ 5 വർഷം വരെ ലൈസൻസ് എടുക്കാം, മിനിമം 1 വർഷം കിട്ടും. നമ്മൾ മാനുഫാക്ചറിങ് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ 5-6 കൊമേഴ്സ് ബിരുദധാരികളുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഒരു വീട്ടിൽ കുറച്ച് കമ്പ്യൂട്ടർ വെച്ചിട്ട് ലോകത്തിലേത് കമ്പനിയുടെ കണക്ക് നോക്കാം, അതല്ലെങ്കിൽ DTP സെൻറ്റർ തുടങ്ങാം, വേറെ രീതിയിലുള്ള സംവിധാനങ്ങൾ അതും തുടങ്ങാനുള്ള ഒരു വലിയ അവസരമാണ്. വീട്ടിൽ തന്നെ ഇത് തുടങ്ങാൻ നേരത്തെ അതിന് അംഗീകാരം ഉണ്ടായിരുന്നില്ല. അത് നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഒരു പ്രശ്നം വരുന്നത്, നമുക്കിപ്പോൾ നിലവിലുള്ള ചട്ടങ്ങളിൽ കുറേയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഒരു പ്രശ്നം അതെങ്ങനെയാണ് ഇതിൽ വന്നതെന്നും കൂടി സൂക്ഷ്മമായി നോക്കണം. ഇപ്പോൾ ഞാൻ ദുബായ് എക്സ്പോയിൽ ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ സംരംഭകൻ വന്നൊരു പ്രശ്നമാണ്. അദ്ദേഹം ഒരു സ്ഥലം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള റോഡില്ല, റോഡിന് വീതിയില്ല. വീതി കൂടുമ്പോഴാണ് മുകളിലോട്ട് നില പണിയാൻ പറ്റുന്നത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ വരുമാനമില്ല. അപ്പോൾ ഈ നിക്ഷേപകൻ തന്നെ സ്ഥലം അക്വയർ ചെയ്ത് റോഡിനും കൊടുത്തു. അപ്പോൾ പഞ്ചായത്തിന് പണിയാൻ സ്ഥലമില്ല. അപ്പോൾ നിക്ഷേപകൻ തന്നെ പിന്നെ റോഡ് പണിയാനും ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ പുതിയ പ്രശ്നങ്ങൾ വീണ്ടും വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഇപ്പോൾ ഒരാൾ സന്നദ്ധമാവുകയാണ്. അപ്പോൾ പൊതുജനങ്ങൾക്കും ആ സൗകര്യം കിട്ടും. അതിനാവശ്യം ഇപ്പോൾ 5 മീറ്ററാണ്, 8 മീറ്റർ വേണം. അത് ഇതിൻ്റെ ഭാഗമായി തന്നെ നിങ്ങൾ ഈ റോഡ് നിർമ്മിച്ചു തരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അനുമതി നൽകാം എന്ന് പറയുന്നത് ആ രൂപത്തിലേക്ക് ചട്ടങ്ങൾ മാറുന്നുണ്ടോ? അത് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യം. ഇപ്പോൾ ചട്ട ഭേദഗതികളിൽ ലൈസൻസ് ചട്ടങ്ങളുടെ ഭേദഗതിയാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ കൂടി ഭേദഗതി വരാൻ പോകുന്നുണ്ട്. ഒരു 148ഓളം, നേരത്തെ 148 കണക്കാക്കി, ചിലതിപ്പോൾ ഒരുമിച്ച് ചേരുമ്പോൾ അല്പം കുറയും, 100-ലേറെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇപ്പോൾ ഭേദഗതി വരാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഭേദഗതി വരുന്നു. മിക്കവാറും നമുക്കൊരു 1 മാസത്തിനുള്ളിൽ അതും നോട്ടിഫൈ ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അത് 2 തരത്തിലാണ്. ഇപ്പം നമ്മുടെ അദാലത്തുകളിൽ വന്നിട്ടുള്ള പരാതികളുണ്ട്. പൊതുവായ സ്വഭാവമുള്ള പരാതി കേരളത്തിലാകെ വന്നത് തദ്ദേശ അദാലത്ത് നടത്തിയപ്പോൾ ഒന്ന്. അപ്പോൾ ആ പരാതികൾ മുഴുവൻ ക്രോഡീകരിച്ചുകൊണ്ടാണ് പൊതുവായി ഇത്തരം ചട്ടഭേദഗതികൾ വരുത്തുന്നത്. പല കാര്യങ്ങളും ശാശ്വതമായി പരിഹരിക്കാൻ ചട്ടഭേദഗതിയെ മാർഗമുള്ളൂ എന്ന് കണ്ടപ്പോഴാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ വ്യവസായികളും മറ്റുമൊക്കെ അല്ലാതെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമുക്ക് തന്നിട്ടുള്ള, സംരംഭകരൊക്കെ തന്നിട്ടുള്ള പരാതികൾ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം വന്നിട്ടില്ല. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും അത് എടുക്കാവുന്നതാണ്. അതൊരു നല്ല നിർദ്ദേശമാണ്. ഈ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിലും വന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറം ജില്ലയിലൊരു കേസ് എൻ്റെ ശ്രദ്ധയിലും വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ന്യായമായിട്ടും പരിഗണിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്, നടപ്പാക്കാവുന്ന ഒരു കാര്യം. നമ്മൾ ഈ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് നടത്തുന്നതിന് മുമ്പായി സാധാരണ വ്യത്യസ്ത ഒത്തിരി റോഡ് ഷോകൾ നടത്തിയിരുന്നുണ്ട്. അപ്പോൾ ചെന്നൈയിൽ നമ്മൾ റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പൊതുപരിപാടിക്ക് മുന്നോടിയായിട്ട് അവിടുത്തെ സംരംഭകരുടെ ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കേരളത്തിൽ സംരംഭം നടത്താൻ ഒരാൾ എക്സ്പാൻഷൻ്റെ ഒരു പ്രശ്നം വന്നു. കാരണം അദ്ദേഹം വളരെ ഇമ്പ്രസ് ആയത് ഈ പ്രശ്നം ഉന്നയിക്കുമ്പോൾ തന്നെ
നമ്മുടെ ഓഫീസിൽ നിന്ന് രാജേഷിനെ വിളിച്ചു. രാജേഷ് അപ്പം തന്നെ ഓൺലൈനിൽ വന്നു. ഇത് അവർക്ക് വളരെ ഇമ്പ്രഷൻ ഉണ്ടായി. കാരണം ഏത് മന്ത്രിയും ഏത് സമയത്ത് ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അന്ന് വന്ന പ്രശ്നത്തിന് ഇതിൽ പരിഹാരമാകുമെന്നാണ് അന്ന് കണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്ഥാപനം തുടങ്ങുന്നു. സ്ഥാപനം തുടങ്ങുമ്പോൾ ആ ഒരു 3-4 നില ഉദ്ദേശിച്ചിട്ടായിരിക്കും തുടങ്ങുക. ഒരു ഇൻവെസ്റ്റർക്ക് ആദ്യഘട്ടത്തിൽ ഒരു നില പണിയാനായിരിക്കും കഴിയുക. അപ്പോൾ റോഡിൻ്റെ വീതി ഇത്രയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുണ്ടാവും. അടുത്ത നില പണിയുമ്പോഴേക്കും അവന് കൂടുതൽ വീതിയുള്ള റോഡ് വരണം എന്നൊരു പ്രശ്നം വരും. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് മിനിസ്റ്റർ പറഞ്ഞ ഒരു സൊല്യൂഷനും ഒരു റോഡ് മാത്രമല്ല വേറെ ആക്സസ് ഉണ്ടെങ്കിൽ അതുകൂടി പരിഗണിക്കാം എന്നൊരു സൊല്യൂഷനാണെന്ന് പറഞ്ഞത്. അതിപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വന്ന ഭേദഗതി തന്നെ അതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ അതേപോലെ തന്നെ ഒരു പ്രശ്നം അതിൽ വന്നോന്നറിയില്ല. ഈ നമ്മളിപ്പോൾ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനമാകാം, അത് പണിയുമ്പോൾ ഒരു നിയമമായിരിക്കും. സ്വാഭാവികമായിട്ടും ഒരാൾ മനസ്സിൽ കാണുന്ന പദ്ധതിക്ക് അനുസരിച്ച് തുടക്കത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ, അല്ലെങ്കിൽ അതിന് പണം ഉണ്ടാവില്ല. വളർച്ചയ്ക്ക് അനുസരിച്ച് പോകും. വളർച്ചയ്ക്കനുസരിച്ച് പോകുമ്പോൾ പുതിയ നിയമവും. അപ്പോൾ നമുക്കൊരു കെട്ടിടം പണിയുമ്പോൾ ഉള്ള നിയമം ഏതാണോ ആ നിയമമായിരിക്കും അതിൻ്റെ എക്സ്പാൻഷന് സാധാരണഗതിയിൽ ബാധകം എന്നൊരു മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി പരിശോധന ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കുറച്ച് സങ്കീർണമാണത് എന്നതുകൊണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുക എന്നുള്ളത് തീർച്ചയായിട്ടും ആലോചിക്കാവുന്നതാണ്. പിന്നെ നമുക്കന്ന് വയനാട് നിന്നൊരു കോഫി എന്നപ്പോൾ ഒരു പുതിയ പരീക്ഷണം വന്നു. ഇപ്പോൾ പല പരീക്ഷണങ്ങളുണ്ടല്ലോ, മൊബൈൽ കോഫി. അതുപോലെ ഇപ്പോൾ പുതുതായിട്ട് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ കുറച്ച് എതിർപ്പും വരാറുണ്ട്. കാരണം ഇത് മൊബൈലായിട്ട് പോകുന്ന ലൈസൻസ് ഇല്ല. ഇപ്പോൾ ഒരു പഞ്ചായത്തിലായിരിക്കും ലൈസൻസ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തായിരിക്കും. അതിന് പരിഹാരം അതെന്താ അതിൻ്റെ പരിഹാരം? അതിന് മൊബൈൽസ് ആയിട്ടുള്ള സംരംഭങ്ങൾക്ക് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുത്താൽ മതി. അപ്പോൾ എവിടെയും അതിനനുസരിച്ച് വ്യാപാരം നടത്താം. അത് പ്രവർത്തിക്കുന്ന പരിധി ഏതാണോ അതിലേതെങ്കിലും ഒരു തദ്ദേശ സ്ഥാപനത്തിന് ഉണ്ടായാൽ മതി. ഓരോ തദ്ദേശ സ്ഥാപനത്തിനും വേണ്ട. അല്ല, അപ്പോൾ അതിൽ ഇന്ന പഞ്ചായത്തുകൾ പ്രവർത്തിക്കാന്ന് പറയോ? അതിപ്പോൾ നമ്മളിപ്പോൾ കോർപ്പറേഷൻ എടുത്തു, ഇപ്പോൾ ഭാവിയിൽ കോർപ്പറേഷനിലേക്ക് ഇത് വരുമല്ലോ. അപ്പോൾ കോർപ്പറേഷനിൽ എടുക്കുമ്പോൾ ഒരു ലൈസൻസ് ഉണ്ടായത്, അതായത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തനം. അത് വലിയ മാറ്റമായിരിക്കും. കാരണം ഇപ്പോൾ നമ്മുടെ പല കോൺസെപ്റ്റും മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇരുചക്ര വാഹനങ്ങളിലും മുച്ചക്ര വാഹനങ്ങളിലുള്ള മറ്റേ സംരംഭങ്ങളുണ്ടല്ലോ, അതിന് ലൈസൻസ് വേണ്ട. അപ്പോൾ അത് സാധാരണഗതിയിൽ അതിന് സ്ഥലങ്ങളുണ്ട് പ്രത്യേകം, എവിടെയും നടത്താം. അപ്പോൾ അതും നല്ല മാറ്റമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ചില വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിലൊന്നും പാടില്ല എന്നുള്ളൊരു ഇത് വേണ്ടി വരുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവർക്കും അത്തരത്തിലുള്ള വ്യാപാരികളുടെ കൂടി കേൾക്കേണ്ടത്. നമുക്ക് ഈ വ്യാപാര സമൂഹത്തിൻ്റെ കുറേയേറെ പ്രശ്നം, വ്യവസായികളുടെ തന്നെ ഒരു പ്രശ്നം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഇപ്പോൾ നേരത്തെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായില്ല, ഇപ്പോൾ ലൈസൻസ് മാറിയപ്പോൾ ഫീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പാർക്കുകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, അതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആകാം, കിൻഫ്രയുടെ ആകാം, KSIDCയുടെ ആകാം, അവിടെ ഇപ്പോൾ പുതുതായി ഒരു ഫീസ് വന്നിരിക്കുന്നു എന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് ലൈസൻസ് ഒഴിവാക്കിയിട്ടാണോ അതിന് പകരമായിട്ട്? ഒഴിവാക്കിയിട്ടാണ്. വേറെ ലൈസൻസ് വേണ്ട, രജിസ്റ്റർ ചെയ്താൽ മതി. എസ്റ്റേറ്റിൽ ലൈസൻസിൻ്റെ ആവശ്യമില്ല, ഫീസ് മാത്രമേ ആവശ്യമുള്ളൂ. അല്ല സോറി, രജിസ്ട്രേഷൻ ഓൺലൈൻ രജിസ്ട്രേഷൻ. അതെ, ഓൺലൈൻ രജിസ്ട്രേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. മാത്രമല്ല, നമ്മളിപ്പോൾ രജിസ്ട്രേഷനിലൊക്കെ ഒരു പുതിയ കാറ്റഗറി, നേരത്തെ 500-ന് മുകളിലാണ് ഫീസ്. സ്ലാബ് എന്ന് പറഞ്ഞാൽ 500-ന് മുകളിലേക്കാണ്. നമ്മൾ 500-ന് താഴെ 100 വരെ കൊണ്ടുവന്നിട്ടുണ്ട്. മൈക്രോ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇപ്പോൾ 500, 300, 200, 100 അങ്ങനെ താഴത്തേക്കും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഈ സൂക്ഷ്മ സംരംഭങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. അതിൽ പിന്നെ വേറൊരു പ്രശ്നം ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ തന്നെ പെട്ടത്, വലിയൊരു ലോജിസ്റ്റിക് പാർക്ക് വരാണ്. അപ്പോൾ അവർക്ക് ഒന്നിച്ച് നടത്താൻ പറ്റാത്ത സാഹചര്യം വരും. കാരണം ഫയർ NOC കിട്ടാനായിട്ടുള്ള ഇന്ത്യയുടെ പൊതുവായ മാനദണ്ഡം ഉണ്ടാവും. ഇപ്പോൾ അതിനൊരു ഇത്ര ദൂരം വേണം, ബാക്കപ്പ് ഏരിയ ഇത്ര വേണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതും പഞ്ചായത്തിൻ്റെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഫയർ NOC കിട്ടിയാൽ തന്നെ ഫയർ സ്പെസിഫിക്കേഷൻ പഞ്ചായത്തിൻ്റെതായി കൊടുക്കാതെ വരുന്ന ചില പ്രശ്നങ്ങൾ പുതുതായി വരുന്നുണ്ട്. അതെങ്ങനെ യൂണിഫിക്കേഷൻ നമുക്കൊരു ആവശ്യമില്ലേ? നമുക്ക് ഫയറിൻ്റെ NOC ആണ്. NOCയുടെ കാര്യത്തിൽ പഞ്ചായത്തല്ല, നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം തന്നെയാണല്ലോ അതിൽ അന്തിമ വാക്ക്. പക്ഷെ അവരുടെ NOC നിർബന്ധമാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നൊരു കേസ്, ഫയറിൻ്റെ NOC കിട്ടി. അപ്പോൾ ഒരു ടൗൺ പ്ലാനർ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, NOC കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതനുസരിച്ച് കൊടുക്കാമോ എന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഗവൺമെൻറ്റിനോട് സ്പഷ്ടീകരണം വരുത്തണം. അതിൻ്റെ ആവശ്യമില്ല. ഫയറിൻ്റെ NOC ഉണ്ടെങ്കിൽ ആ NOC ആണ് പഞ്ചായത്തിന് സ്വീകാര്യമായിട്ടുള്ളത്. അത് നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്ക് എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ഓറിയൻറ്റേഷൻ വേണ്ടി. തീർച്ചയായിട്ടും ഈ ലൈസൻസ് ചട്ട ഭേദഗതിയും കെട്ടിട നിർമ്മാണ ചട്ട ഭേദഗതി കൂടി വരുമ്പോൾ
ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പരിശീലനം കൊടുക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കെ സ്മാർട്ട് നടപ്പാക്കിയത് രണ്ടുദ്ദേശം ഉണ്ടല്ലോ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും ഈസ് ഓഫ് ലിവിങ്ങും, രണ്ടും മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ കെ സ്മാർട്ട് വന്നപ്പോഴും രണ്ട് കാരണങ്ങൾ കൊണ്ട് ഉദ്യോഗസ്ഥർ പഴയ ചില ശീലങ്ങൾ തുടരുന്നുണ്ട്. ഒന്ന്, പരിശീലനം നമ്മൾ കൊടുത്തിരുന്നതാണ്, പക്ഷേ എല്ലാവർക്കും അതിലൊരു വൈദഗ്ധ്യം ഇപ്പോൾ വന്നിട്ടില്ലാത്ത ഒരു പ്രശ്നമുണ്ട്. വേണ്ടത്ര ഉപയോഗിക്കാൻ കഴിവ് ആർജിക്കാത്ത, അതുകൊണ്ട് ഉള്ള ചില പ്രശ്നങ്ങളുണ്ട്. വേറൊരു കൂട്ടർ ഇതറിയാത്തതുകൊണ്ടല്ല, ബോധപൂർവം തന്നെ. ഇപ്പോൾ ഒരു നഗരസഭയിലുണ്ടായൊരു പ്രശ്നം, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കെട്ടിടം ഡിമോളിഷ് ചെയ്യണം. കെട്ടിടം ഡിമോളിഷ് ചെയ്യണമെങ്കിൽ ചട്ടപ്രകാരം ഇൻറ്റിമേഷൻ മതി, അനുമതി ആവശ്യമില്ല, ഇൻറ്റിമേഷനേ ആവശ്യമുള്ളൂ. പക്ഷേ ഈ കെ സ്മാർട്ടിൽ അപേക്ഷ നോക്കിയിട്ട് അപേക്ഷകനെ ഫോണിൽ വിളിച്ചിട്ട്, കെ സ്മാർട്ടൊക്കെ കുഴപ്പത്തിലാണ്, നിങ്ങളിതിൽ അപേക്ഷിച്ചിരുന്നാൽ കാര്യം നടക്കില്ല, അതുകൊണ്ട് നാളെ നേരിട്ട് വന്ന് വെള്ളക്കടലാസിൽ അപേക്ഷ എഴുതി തരുമെന്ന് പറഞ്ഞു. ഇൻറ്റിമേഷനായി. വെള്ളക്കടലാസിൽ വന്നപ്പോൾ അല്ല, ഇൻറ്റിമേഷനാണെന്ന് ഈ സാധുവിന് അറിയില്ല, ഇയാൾക്കിതറിയില്ല. അപ്പോൾ അനുമതി വേണമെന്നാണ് ഇയാളോട് പറയണത്. വെള്ളക്കടലാസിൽ നേരിട്ട് ചെന്ന് അപേക്ഷ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരും, അപ്പോഴേക്ക് അനുമതിയാവും എന്ന് പറഞ്ഞു. ഇയാൾ പലതവണ നടത്തിച്ചു ഇയാളെ. അപ്പോൾ ഉദ്ദേശം വേറെയാണ്, ഉദ്ദേശം വേറെയാണ്. അപ്പോൾ അവസാനം വേറൊരു വഴിക്ക് ഈ പരാതി നേരിട്ട് എൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇടപെട്ട് അന്വേഷിച്ചു. പിറ്റേ ദിവസം കാര്യം ശരിയായി. അപ്പോൾ ഇൻറ്റിമേഷനേ ആവശ്യമുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇത് ആളുകൾക്ക് ഈ സങ്കീർണ്ണമാണല്ലോ ചട്ടങ്ങൾ അറിയാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചട്ടം അറിയാത്തത് കൊണ്ട് ഉള്ള അവരുടെ അജ്ഞതയെ മുതലെടുക്കുന്നുണ്ട്. ചില ഉദ്യോഗസ്ഥർക്കും ഇത് വേണ്ടത്ര അറിയാത്തതുണ്ട്, ചിലർ നന്നായിട്ട് അറിയുന്നത് കൊണ്ടും ഇങ്ങനെ ചെയ്യുന്നവരല്ല. ഇപ്പം ഇന്നലെ നമ്മുടെ ഒരു നല്ല ദിവസമായിരുന്നു. ഇന്നലെ രാവിലെ കൃഷ്ണ ഇളയുടെ നമ്മുടെ ഭാരത് ബയോടെക്കിൻ്റെ ഒരു ഫുഡ് പ്രോസസ്സിങ് കമ്പനിയുടെ കല്ലിടലുണ്ടായി. ഉച്ചയ്ക്ക് ശേഷം ഹൈട്രോൺ എന്ന് പറഞ്ഞ വലിയ ഒരു EV കമ്പനിയുടെ ഓഫീസ് ഉദ്ഘാടനമുണ്ട്. ഞാൻ പേപ്പറിൽ കണ്ടു. അതെ. അപ്പോൾ ആ പ്രസംഗത്തിൽ നമ്മുടെ VKC റസാഖ് അറിയാലോ, നമ്മുടെ CAയുടെ പ്രസിഡൻ്റാണല്ലോ. റസാഖ് പറഞ്ഞ് കെ സ്മാർട്ട് വലിയ മാറ്റം ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ കെ സ്വിഫ്റ്റ് പോലെയോ അതിനപ്പുറത്തോ വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു കെ സ്മാർട്ട്. കെ സ്മാർട്ടിൻ്റെ ഒരു പ്രത്യേകത, അത് നിങ്ങൾ തന്നെ, നിങ്ങളുടെ സംവിധാനം തന്നെ, അല്ലെങ്കിൽ ഗവൺമെൻറ് സംവിധാനം തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പ്ലാറ്റ്ഫോം. അതെ, IKM ഉണ്ടാക്കിയതാണ്. അതിലൊരു പ്രശ്നം നമ്മുടെ അടുത്ത് വന്നത്, ഇപ്പോൾ നമ്മളെല്ലാം അപ്ലോഡ് ചെയ്തു, അപ്പോൾ എല്ലാം സിസ്റ്റം ക്ലിയറായി. സിസ്റ്റം അതിനനുസരിച്ചാണല്ലോ ക്രമീകരിക്കുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, അതുകൊണ്ട് കാരണം ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്, ഇത് ശരിയല്ലെങ്കിൽ എൻ്റെ ജോലി പോകും, അതുകൊണ്ട് എനിക്ക് ഓരോന്നും പരിശോധിക്കണം അത് അങ്ങനെയാണോ. അപ്പോൾ അതിന് പകരം ഇപ്പോൾ സിസ്റ്റം നന്നായി ഡെവലപ്പ്, സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള ലൈസൻസ് കൊടുത്തൂടെ. ഇപ്പോൾ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് അങ്ങനെയാണ്, 300 സ്ക്വയർ മീറ്റർ വരെ എന്ന് പറഞ്ഞാൽ ഒരു 3200ഓളം സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾ അതായത് അത് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഇല്ല. കെ സ്മാർട്ടിൽ പ്ലാൻ അപ്ലോഡ് ചെയ്താൽ, പ്ലാൻ ചട്ടപ്രകാരമാണെങ്കിൽ, KMBRO KPBRO അനുസരിച്ചുള്ള പ്ലാൻ ആണെങ്കിൽ 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് വാട്സാപ്പിൽ പെർമിറ്റ് കിട്ടും. 1 മിനിറ്റ്. വലിയ സ്ഥാപനങ്ങൾക്ക് ചിലതിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ ആവശ്യമായിട്ട് വരും. പക്ഷേ അത് നമുക്ക് അതിൽ കുറച്ച് റിസ്ക് ഉണ്ട്. ഫിസിക്കൽ വെരിഫിക്കേഷൻ ഒഴിവാക്കുന്നത് വലിയ സ്ഥാപനങ്ങളുടെ, കാരണം നാളെ ഈ വെരിഫിക്കേഷൻ ഇല്ലാതെ കൊടുത്തു, വയലേഷൻ, വലിയ ഗൗരവമായ വയലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ കൊടുക്കേണ്ടി. അത് പക്ഷേ നമ്മൾ ഒരു അഫിഡാവിറ്റ് കൊടുത്തിട്ട് ഇത് നിങ്ങളുടെ ഇതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഒരു പ്രശ്നം വന്നത്, ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി തുടങ്ങും, അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടായിരിക്കും ഇത് തുടങ്ങുന്നത്. അപ്പോൾ അതിന് അനുമതി കിട്ടാൻ, ന്യായമായി നടത്തുന്നവർ അനുമതി കിട്ടാൻ വൈകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് പ്രശ്നങ്ങളെല്ലാം വരും. എന്നാൽ ഇത് വളരെ കൃത്യമാണ്. ഇത് വളരെ സൂക്ഷ്മമായ ന്യൂനപക്ഷം ഇത് പറ്റിക്കുന്ന ആളുകളുണ്ടായിരിക്കും. നല്ല കോഫി വന്നിട്ടുണ്ടല്ലോ. കോഫി കിട്ടിയത് നന്നായി. അതെ, താങ്ക് യു. അപ്പോൾ ഇത് വയലേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ നമ്മളും പറയുന്നുണ്ട്, ഇപ്പോൾ കെ സ്വിഫ്റ്റിൽ MSMEകളാണെങ്കിൽ 3.5 വർഷം വരെ ലൈസൻസ് വേണ്ടല്ലോ. പക്ഷെ അത് നിയമപ്രകാരം നടത്തേണ്ട കാര്യങ്ങൾ അതിവേഗത്തിൽ നടത്താനാണ്, നിയമവിരുദ്ധമായ കാര്യങ്ങൾ സൂത്രത്തിൽ നടത്താനില്ല. ചിലർ ധരിച്ചിട്ടുള്ളത് നിയമം മറികടക്കാനുള്ള കുറുക്കുവഴിയാണ് കെ സ്വിഫ്റ്റ് എന്ന് ധരിച്ചവരുണ്ട്. അപ്പോൾ ചിലർ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, 3.5 വർഷമാണല്ലോ കാലാവധി, നമ്മൾ ഈ കാര്യം നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഇത് കെ സ്വിഫ്റ്റ് കിട്ടിയതാണ്, ഇനി ചോദിക്കാൻ പാടില്ല എന്ന മനോഭാവം ചിലരുടെ കാര്യത്തിലുണ്ട്. കെ സ്വിഫ്റ്റിൽ കിട്ടിയ പിന്നെ നിങ്ങളൊരു നിയമം ഞങ്ങളോട് പറയാൻ പാടില്ല എന്ന്. അതിൽ ഒരു ബോധവൽക്കരണം ഈ സംരംഭകർക്കിടയിലും ആവശ്യമാണ്. നമ്മൾ സംരംഭകരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതാണ് നിയമപ്രകാരമായ കാര്യങ്ങൾ 1 മിനിറ്റ് പോലും വൈകാതെ നിങ്ങൾക്ക് സ്ഥാപനം നടത്താം. എന്നാൽ നിയമവിരുദ്ധമായിട്ട് നിങ്ങൾ ചെയ്താൽ
ഞാനിതാ 10 കോടി മുടക്കി സാർ എന്ന് പറഞ്ഞു വന്നാൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ലോകത്ത് ഒരിടത്തും അവൻ്റെ അംഗീകാരം കിട്ടില്ല. അപ്പോൾ അതേപോലെ ഇതിനും കെട്ടിടങ്ങൾക്കും ഒരു സിസ്റ്റം അപ്രൂവൽ വരികയും ബാക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് കർക്കശമായ വ്യവസ്ഥകൾ വരികയും ചെയ്താൽ കുറച്ചുകൂടി വരുമോ എന്നൊരു നമുക്ക് ഒരു പൈലറ്റായിട്ട് എവിടെയെങ്കിലും നോക്കിയ ശേഷം അത്തരമൊരു അത് വ്യാപിപ്പിക്കുന്നതിനെ പറ്റി ആലോചിക്കാം. കാരണം ഇതിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് നോക്കണ്ടേ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഒരു പൈലറ്റ് അടിസ്ഥാനത്തിൽ നടത്തിയ ശേഷം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഈ നമ്മുടെ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇളവ് കൊടുക്കും തോറും വയലേഷൻസ് കൂടുന്നു എന്നുള്ളതാണ്. ഇത് ചട്ടം നിയമവും വയലേറ്റ് ചെയ്യാനുള്ളൊരു ബോധപൂർവം ആവണമെന്നില്ല. കുറേ കെട്ടിട നിർമ്മാണം ഏൽപ്പിക്കുന്നവരുടെ പ്രശ്നമാണ്. ഇപ്പോൾ വീടുകളുടെയൊക്കെ കാര്യത്തിൽ മിക്കവാറും ഈ വിദേശത്തായിരിക്കും. ഇത് ചെയ്യുന്നവർക്ക് ചട്ടത്തെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കത് കൂടുതൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കാം. പിന്നെ സമർത്ഥനായ ഉദ്യോഗസ്ഥരുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ താലൂക്ക് അദാലത്ത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നമ്മളെല്ലാവരും പോയല്ലോ. അപ്പോൾ പത്തനംതിട്ടയിൽ ഞാനും വീണ ജോർജ് മിനിസ്റ്റർ ഇരിക്കുമ്പോൾ ഒരു വീട് അനുമതി കിട്ടിയിട്ടില്ല. അപ്പോൾ തോടിനോട് ഇത്ര ദൂരം ഇല്ല. അപ്പോൾ ഇവരും പറഞ്ഞു, ഇവർ ഭാവങ്ങളും പറഞ്ഞു സാർ ആ രേഖയുടെ പ്രകാരം ഇത്ര ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു തോടിന് എത്ര വീതിയുണ്ട്? അപ്പോൾ തോടുണ്ടോ രേഖയിൽ? അപ്പോൾ ആ വില്ലേജിൻ്റെ രേഖയിൽ തോടില്ല. അപ്പോൾ ഇയാൾ ഉദ്യോഗസ്ഥ സമർത്ഥനായതുകൊണ്ട് പറഞ്ഞു അത് വേറെ വില്ലേജിലാണ്. അപ്പോൾ ആ വില്ലേജ് വേറെ താലൂക്കില്ല, അന്നത്തെ അദാലത്തിലില്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ കളക്ടറോട് പറഞ്ഞിട്ട് വാട്സപ്പിൽ അവിടുത്തെ അസറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെയും തോടില്ല. അപ്പോൾ രേഖയിൽ ഒരിടത്തുമില്ലാത്ത തോടിന് ഇത്ര ദൂരമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പാവപ്പെട്ടവനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുണ്ട്, നിയമം ലംഘിക്കണം എന്ന് കരുതി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ വിഭാഗം ആളുകളുണ്ട്. ധാരാളം പേരുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്, അല്ലാത്തവരും ഉണ്ട്, സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഒരു ഓറിയൻറ്റേഷൻ ഈ ചട്ടഭേദഗതികളെ കുറിച്ച് കൊടുക്കാം. ഒപ്പം ഒരു കൈപ്പുസ്തകവും ഈ ഉദ്യോഗസ്ഥർക്ക് ഓൺലൈനായിട്ടും ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ബുക്ക് നല്ലതാണ് സംരംഭകർക്കും ഉദ്യോഗസ്ഥർക്കും. ഒരു ഈ ബുക്കും പിന്നെ ഒരു കൈപ്പുസ്തകവും അല്ലാതെ തന്നെ ഹാർഡ് കോപ്പിയും ഇവർക്ക് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ എപ്പോൾ വേണമെങ്കിലും മറച്ചു നോക്കാൻ പറ്റുന്ന തരത്തിൽ ഇതെല്ലാം ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഞ്ചായത്തിൽ സംരംഭക സഭ നടത്തിയല്ലോ. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മിനിസ്റ്റർ തന്നെയാണ് നിർവഹിച്ചത്, കാട്ടാക്കടയിൽ. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പഞ്ചായത്തും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടാക്കാൻ. ഇപ്പോൾ വ്യവസായ വകുപ്പ് മികച്ച പഞ്ചായത്തിന് അവാർഡ് നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നല്ലോ. അതുപോലെ ഇത്രയും മാറ്റങ്ങളാകെ വരുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ പഞ്ചായത്തുകളെ ഗ്രേഡ് ചെയ്യുമ്പോൾ ഒരു റാങ്കിങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിനും എത്ര മൂലധനം ആകർഷിക്കാൻ കഴിഞ്ഞു, ആ പഞ്ചായത്തിൽ എത്ര തൊഴിലുണ്ടാക്കി, അത് വീടിനകത്താകാം, പുറത്താകാം, എസ്റ്റേറ്റിലാകാം, ഏത് രൂപത്തിലാകട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഞ്ചായത്ത് റാങ്ക് ചെയ്യുകയും അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്ന കാര്യം ആലോചിക്കാവുന്ന നല്ലൊരു ആശയമാണ്. ഞങ്ങളിപ്പോൾ ഗ്രേഡിങ്ങിൽ ഗൈഡ് ലൈനൊക്കെ അന്തിമമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇത് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ രാജീവ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുകൂടി നമ്മൾ കൂട്ടിച്ചേർക്കാവുന്നതാണ്. നല്ലൊരു ആശയവും നിർദ്ദേശമാണ്. കാരണം നമ്മളെ തന്നെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ തന്നെ ഒരു ഊന്നൽ ലോക്കൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ പ്രാദേശിക സാമ്പത്തിക വികസനം. അപ്പോൾ പ്രാദേശിക സാമ്പത്തിക വികസനത്തെ നമ്മൾ തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ പെർഫോമൻസ് അളക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമായിട്ട് മാറേണ്ടതുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ രണ്ട് ഭാഗമാണ്. ഒന്ന് മൂലധനം, തൊഴിൽ. അതുപോലെ തന്നെ തനത് വരുമാനത്തിൽ വ്യവസായ മേഖലയിൽ നിന്ന് എത്ര സംഭാവന വന്നിരിക്കുന്നു. അപ്പോൾ അത് നല്ല ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സഹായകരമായിരിക്കുന്നതും. നമ്മുടെ പഞ്ചായത്തുകളിലെല്ലാം വ്യവസായ വകുപ്പ് ആദ്യം ഒരു ഇന്റേണിനെ വെച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ റാമ്പ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി 2-3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരാളെ വെച്ചിട്ടുണ്ട്. അവർക്കും ഇപ്പോൾ ഒരു ഗുണമുണ്ട്, പഞ്ചായത്തിനും ഇതുമായി സഹകരിക്കാനുള്ളൊരു മത്സര ബുദ്ധി ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. വ്യവസായ വകുപ്പും ചേർന്ന് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് സഹായകരമായിട്ട് വരുന്നത്. പഴയ അന്തരീക്ഷം വലിയ തോതിൽ മാറിയല്ലോ. ഇപ്പോൾ വ്യവസായ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണം നന്നായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞ ഒറ്റപ്പെട്ട കുറേ പ്രശ്നങ്ങൾ ബാക്കിയുണ്ടെങ്കിലും ഇനി പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഒന്ന്, ഈ ലൈസൻസ് ഫീസ് നമ്മൾ മൂലധന നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിലാക്കി പൂർണ്ണമായിട്ട്. അത് മൂലധന നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിലാക്കിയെന്ന് മാത്രമല്ല, അതിൽ കെട്ടിടം, ഭൂമി ഇത് രണ്ടും ഒഴിവാക്കുകയും ചെയ്യും. അത് പ്രധാനം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ കേരളത്തെ സംബന്ധിച്ച് ക്യാപിറ്റലിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പോകുന്നത് ലാൻഡ് കോസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ പാർക്കുകളിൽ പോലും ഉയർന്ന ലാൻഡ് കോസ്റ്റ് വരും.
അപ്പോൾ അതും മിഷണറി ഒഴിവാക്കുന്നുണ്ട്. ആ, ഭൂമിയും കെട്ടിടവും. കെട്ടിടും അത് മതി, ബാക്കി മെഷീനറി ബാക്കി സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ ഇപ്പോൾ പുതിയ മെഷീനറി ആരംഭിക്കുകയാണെങ്കിൽ, പുതിയ വ്യവസായമാണെങ്കിൽ മെഷീനറികളുടെ ടാക്സിൻ്റെ സ്റ്റേറ്റ് കോമ്പോണൻറ്റ് പൂർണ്ണമായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ പുതിയ വ്യവസായ നയത്തിൽ. അപ്പോൾ ഇത് രണ്ടും വരുന്നതോടുകൂടി എനിക്ക് ഇനി തോന്നുന്നു. ലൈസൻസ് നിരസിച്ചാൽ ഫീസ് തിരിച്ചു കൊടുക്കും. ഓ അത് ശരി. അതുകൊണ്ട് ലൈസൻസും രജിസ്ട്രേഷനും രണ്ടും കൊടുക്കുന്നില്ലെങ്കിൽ നിരസിച്ചാലെന്നല്ല, നിരസിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്. ലൈസൻസ് നിരസിക്കാൻ പറ്റില്ല, ഉപാധികൾ വെക്കാനേ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ഇന്ന കാര്യം കൂടി കൂട്ടിച്ചേർക്കണം, അല്ലെങ്കിൽ ഇന്ന സംവിധാനം ഏർപ്പെടുത്തണം എന്ന് പറയാമെന്നല്ലാതെ ലൈസൻസ് ഇനി നിഷേധിക്കാനോ നിരസിക്കാനോ പറ്റില്ല. അത് നല്ല കാര്യം. അതേപോലെ തന്നെ പ്രശ്നമായിരുന്നു നമ്മുടെ ഈ മീറ്റ് ദ മിനിസ്റ്ററിലെല്ലാം വന്നൊരു പ്രശ്നം, സ്റ്റോപ്പ് മെമ്മോകൾ. നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഫാക്ടറി എടുക്കണം, പോലീസ് വന്നിട്ട് പറഞ്ഞു ഇവിടെ പൊല്യൂഷൻ ഉണ്ട്, നാളെ അടയ്ക്കണം. അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി വന്നിട്ട് പറയും ഇവിടെ എന്താ ഭയങ്കര. അപ്പോൾ ഞാൻ തന്നെ വീട്ടിൽ ഒരു മന്ത്രി വന്നാലും നമുക്കാർക്കും സവിശേഷമായി മൂക്കില്ല, അല്ലെങ്കിൽ പരിശോധിക്കാനുള്ള എക്സ്പെർട്ടൈസേഷൻ ഇല്ല, അതിന് അധികാരമില്ല. ഇപ്പോൾ പൊല്യൂഷൻ ഉണ്ടോ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വരണ്ടേ, അല്ലെങ്കിൽ പഞ്ചായത്ത്, ചിലയിടത്ത് പഞ്ചായത്ത് ഭരണസമിതി ചേർന്നിട്ട് പറയും ഇത് പ്രശ്നമാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ഇവിടെ പബ്ലിക്കിന് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, സ്വാഭാവികമായിട്ട് പബ്ലിക്കിന് കൺസേൺ വരും. ഏത് വ്യവസായശാല വരുമ്പോഴും നമ്മളിപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വ്യവസായ നയം പറഞ്ഞാൽ നേച്ചർ പീപ്പിൾ ഇൻഡസ്ട്രിയാണ്, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ അത് ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു പൗരനോ ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ അതിന് അധികാരമില്ലാത്ത ഒരു വകുപ്പിനോ നിശ്ചയിക്കാൻ കഴിയില്ല. ഈ കാര്യം നമ്മൾ പരിഹാരം ഉണ്ടാക്കുകയാണ്. നമ്മൾ ഇന്ന് അംഗീകരിച്ച 2 ഭേദഗതി ഉണ്ടല്ലോ, മുനിസിപ്പൽ പഞ്ചായത്ത് ആക്ടിലെ ഭേദഗതികൾ. അതിലെ ഒരു വ്യവസ്ഥ സ്റ്റോപ്പ് മെമ്മോ ഇനി പഴയതുപോലെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് എടുത്തുപയോഗിച്ചൊരു ആയുധമാണ് സ്റ്റോപ്പ് മെമ്മോ. പല കാരണങ്ങളാവാം, രാഷ്ട്രീയ കാരണങ്ങളാവാം, ചിലപ്പോൾ കാണേണ്ട പോലെ കണ്ടാൽ പെട്ടെന്ന് സ്റ്റോപ്പ് തീരും. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു കാര്യം ഉറക്കുകയാണ്. ഇപ്പോഴല്ല, ഞാൻ MP ആയിരിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ വന്നൊരു പരാതി, ഒരു വിൻഡ് പ്രോജക്റ്റ് വരുന്നു. ആ വിൻഡ് പ്രോജക്റ്റിനെ കുറച്ച് ആളുകൾ ചേർന്ന് എതിർത്തതിൻ്റെ കാരണം ബഹുതമാശയാണ്. എതിർത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് വന്നാൽ, ഈ വിൻഡ് പ്രോജക്റ്റ് വന്നാൽ അവിടെയുള്ള പശുവിൻ്റെ എല്ലാം പാല് പറ്റും, കോഴികളെല്ലാം ചാവും, പുരുഷന്മാർക്ക് പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടും. ഈ തരത്തിലുള്ള പ്രചരണം പാലക്കാട് ജില്ലയിലാണത്. ഈ പ്രചരണമാണ് അഴിച്ചുവിട്ടത്. എന്നിട്ട് കേട്ടാൽ ഇപ്പോൾ ചിരി വരും. ഇപ്പോൾ ഈ സംരംഭകർ എൻ്റെ അടുത്ത് വന്നു, ഇങ്ങനെയൊക്കെയാണ്. ഞാനാണെങ്കിൽ അന്ന് പാർലമെൻറ്റിൻ്റെ ഊർജ്ജകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള ആളാണ്. അപ്പോൾ ഈ വിൻഡ് സോളാറൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു ധാരണയുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ഇടപെടണം എന്ന് പറഞ്ഞു. അപ്പോൾ ജില്ലാ കളക്ടറോട് പറഞ്ഞൊരു മീറ്റിംഗ്, ഈ സമരസമിതിയൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്കും അവരെ വിളിച്ചു. ഞാനുണ്ട്, മറ്റേ സംരംഭകരുടെ പ്രതിനിധികളുണ്ട്, ജില്ലാ കളക്ടറുണ്ട്. മീറ്റിംഗ് കൂടി. ഇവർ ഇങ്ങനെ വളരെ വികാരപരമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊന്നും വസ്തുതയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല, എനിക്കിതിനെപ്പറ്റി കുറച്ചറിയാം, ഞാൻ ഈ കമ്മിറ്റിയിലൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ഞാനല്ല അത് ആധികാരികമായി പറയേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, IIT ഉണ്ടല്ലോ, IITയോടൊരു പഠനം നടത്താൻ പറയാം എന്ന് പറഞ്ഞു. തീരുമാനമായി, എല്ലാവരും സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, പറയുന്നത് കുറച്ച് നാണക്കേടാണ്, വിൻഡിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നിങ്ങൾ പഠിക്കണമെന്ന് പറയുന്നത് ഒരു നാണക്കേടാണെങ്കിൽ ഞാൻ പറയാം. ഞാൻ IIT ഡയറക്ടറെ വിളിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു ഇത് കേട്ടപ്പോൾ, ഈ കാര്യം പറഞ്ഞപ്പോൾ. അദ്ദേഹം പറഞ്ഞു, ശരി, ഞങ്ങൾ ചെയ്തു തരാം. അവരൊരു പഠനമൊക്കെ നടത്തിയിട്ട് 1 മാസം കൊണ്ട് റിപ്പോർട്ട് തന്നു. വീണ്ടും ഇവരെ വിളിച്ചു. റിപ്പോർട്ട് അവതരിപ്പിച്ച സമയത്ത് ഈ സമരസമിതിക്കാർ പറയുകയാണ്, IITക്കാർക്കൊന്നും കാര്യമൊന്നും അറിയില്ല, ഇതൊന്നും ശരിയല്ല, ഞങ്ങൾക്കറിയാം എന്നാണ്. അവസാനം പിന്നെ പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് നടത്തേണ്ടി വന്നത്. ഇതാണ് നമ്മുടെ നാട്ടിൽ. അതിൻ്റെ താല്പര്യം വേറെയായിരുന്നു. ഇവർ വലിയ തുക മുടക്കുന്നു, ഇവരിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങാം, എതിർപ്പുണ്ടാക്കിയിട്ട് അത്തരം കാര്യങ്ങളൊന്നും വേണ്ടത്ര പ്രചരിപ്പിക്കുന്നില്ല നമ്മുടെ മാധ്യമങ്ങൾ. അതാണ് എൻ്റെ. അപ്പോൾ അത് പ്രചരിപ്പിക്കാൻ കഴിയുന്നൊരു കൂട്ടരുടേതായിരുന്നു. എന്നിട്ടും ഇത് ഏതാനും വർഷം മുമ്പത്തെയാണ്. അപ്പോൾ പൈസ വാങ്ങുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പം ഇങ്ങനെ ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് വിചാരിച്ചാൽ ഒരു സംരംഭം വരുന്നത് മുടക്കാൻ പറ്റും. ഇമാതിരി ന്യായങ്ങൾ പറഞ്ഞിട്ട് മുടക്കാൻ പറ്റും. ആ സ്ഥിതി മാറി. ഇപ്പം നമ്മൾ ഈ നിയമത്തിൽ ചട്ടത്തിൽ കൊണ്ടുവന്നത്, പക്ഷേ ചട്ടം മാത്രം പോരാ, ഒരു ലെജിസ്ലേറ്റീവ് ബാക്കിംഗ് അതിന് വേണമെന്നുള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ അംഗീകരിച്ച ഈ 2 ഭേദഗതികളിലും ഇത് വന്നിട്ടുണ്ട്. സ്റ്റോപ്പ് മെമ്മോ ഇനി വിദഗ്ധ അഭിപ്രായം എടുക്കാതെ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ, ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണോ പറയേണ്ടത്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അഭിപ്രായം രേഖാമൂലം വാങ്ങാതെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ പറ്റില്ല. പിന്നെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണമെങ്കിൽ കാര്യകാരണ സഹിതം
സെക്രട്ടറി റിപ്പോർട്ട് തയ്യാറാക്കണം. അല്ലാതെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതിനും പോയിട്ട് അതിൽ ചിലതെല്ലാം ഇപ്പോൾ സെക്രട്ടറി തന്നെയാണ് നിർവഹിക്കേണ്ടത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇത് പഞ്ചായത്ത് ഭരണസമിതി ജനാധിപത്യമായിട്ട് ഒരു വികസിത രൂപമാണെങ്കിലും നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മന്ത്രിമാരുടെ മന്ത്രിസഭയല്ലോ, അതിന് ഡെലിഗേറ്റഡ് പവേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് കുറേ കൂടി സെക്രട്ടറിമാർക്ക് തന്നെയായിരിക്കും നല്ലത്. അല്ല, അത് ഇതിൽ സ്റ്റോപ്പ് മെമ്മോ ഇപ്പോൾ കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ പറ്റില്ല. വിദഗ്ധ എന്താണോ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതിന് കാരണം എന്നത് വിദഗ്ധ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്ന വ്യവസ്ഥ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിർബാധം സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് സംരംഭം തടഞ്ഞു വയ്ക്കുന്ന പൂട്ടിക്കുന്ന സ്ഥിതി ഇനി ഉണ്ടാവില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം നമ്മൾ വരുത്തിയിട്ടുള്ളത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈസൻസ് നിരാകരിക്കാൻ പറ്റില്ല എന്നുള്ള അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതിപ്പോൾ നമുക്കിപ്പോൾ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്നു. അപ്പോൾ വലിയ സംവിധാനമാണല്ലോ. അപ്പോൾ അവിടെ വരുന്ന വൻകിട സംരംഭങ്ങളുണ്ടാവും, ഇലക്ട്രോണിക്സ് ആകാം. അപ്പോൾ നമ്മുടെ ഈ പുതിയ സമീപനം വരുമ്പോൾ അതിൻ്റെ ഗുണം അവിടെ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ വരും. നമ്മൾ നദി ഒഴുകുമ്പോൾ ആ നദിക്ക് ചുറ്റും ഒരു കൃഷിയുടെ പറ്റിയൊരു ക്യാച്ച്മെൻറ്റ് ഏരിയ വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ ആ 2-3 ജില്ലകളിലെ വീടുകളിലേക്കൊക്കെ ഈ പുതിയ നയത്തിൻ്റെ ഭാഗമായി ഇതിന് ആവശ്യമായിട്ടുള്ള തീർച്ചയായിട്ടും കമ്പോണൻസ് ഉണ്ടാക്കാൻ അങ്ങനെ ഒരു മാറ്റം, അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് ഇവിടെ ഉണ്ടാക്കാം. നിക്ഷേപമാണല്ലോ പാലക്കാട്ട് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അത് വിഴിഞ്ഞം വന്നു, ഇവിടെ അതുപോലെ തന്നെ അത്തരം സാധ്യതകൾ വരും. കൊച്ചിയിൽ വരാം. കേരളം ആകെ ഒരു നഗരമാണല്ലോ. നിങ്ങളിപ്പോൾ നമ്മൾ ഗ്രഗരം എന്നാണ് പണ്ട് നമ്മളൊക്കെ പ്രസംഗിക്കുക. നഗരവും ഗ്രാമവും അല്ല, മൊത്തം നഗരമാണ്. അപ്പോൾ അർബൻ കോൺക്ലേവ് ഇതെല്ലാം മാറ്റങ്ങൾ വന്നല്ലോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ ഗവൺമെൻറ് 2 പ്രധാനപ്പെട്ട നിയമ ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കുന്നതിൻ്റെ പ്രധാന അടിത്തറ അവിടെ വന്നിരുന്നു. അതാണ് ഏകജാലക നിയമത്തിൻ്റെ ഭേദഗതി. അത് കഴിഞ്ഞ ഗവൺമെൻറ് സന്ദർഭത്തിലാണ് വന്നത്. അതുപോലെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് അന്നത്തെ പോളിസിയാണ്. നമ്മൾ അതിനാവശ്യം മോഡിഫിക്കേഷൻ വരുത്തിയുള്ളൂ. അപ്പോൾ നമുക്ക് 2 പേർക്കുള്ളൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ നയങ്ങളിൽ അധികം ആശയക്കുഴപ്പങ്ങളില്ല. ആ ഇട്ട അടിത്തറ അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകലാണ് ഈ ഗവൺമെൻറ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നതിൻ്റെ ഗുണം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം CIA ഫിക്കി അവരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സംരംഭം പറഞ്ഞു, ഇപ്പോൾ ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളുടെ ഒറിജിനൽ റിസൾട്ട് ഇപ്പോൾ കുറേ മാറ്റം വന്നു. നമ്മുടെ ഇൻവെസ്റ്റ് സമ്മിറ്റിൽ വന്നതിൽ ഇന്നലെ ഞാൻ കല്ലിട്ട് 98ാമത്തെ പദ്ധതിയാണ്. ഇതിനിടയിൽ 23.7% നിർമ്മാണത്തിലേക്ക് വന്നു. പക്ഷേ ഇതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ഇനി ഒരു 5-10 കൊല്ലം കൂടി വേണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു തുടർച്ച, അത് കഴിഞ്ഞ ഗവൺമെൻറ് തുടർച്ച ഈ ഗവൺമെൻറ് വന്നത് വളരെ ഗുണകരമായി. അതെ, അപ്പോൾ അതൊരു കുതിച്ചുചാട്ടത്തിലേക്ക് എത്തണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു തുടർച്ച കേരളം ആഗ്രഹിക്കുന്നു എന്നതല്ലേ യാഥാർത്ഥ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി. അത് ഈ നമ്മുടെ ലൈസൻസ് ഡീംഡാക്കി മാറ്റി. അതായത് ലൈസൻസിന് 5 ദിവസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ ലൈസൻസ് ഡീംഡായിരിക്കും. ആ പ്രധാനപ്പെട്ട മാറ്റം വന്നു. അപ്പോൾ വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. 2, ചിലതിന് പഞ്ചായത്തിൻ്റെ അനുമതി വേണം, പെർമിഷൻ വേണം. ഇപ്പോൾ പഞ്ചായത്ത് പെർമിഷൻ കൊടുക്കില്ല, അറിയാമല്ലോ. നമ്മുടെ മുമ്പിൽ പല കേസുകളും അങ്ങനെ വന്നിട്ടുണ്ട്, ഈ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട്. ഈ നേരത്തെ പറഞ്ഞ കേസൊക്കെ പഞ്ചായത്ത് അനുമതി കൊടുക്കാതെ വട്ടം ചുറ്റിച്ച കേസാണ്, ഈ വിൻഡിൻ്റെയൊക്കെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ അനുമതി 1 മാസത്തിനുള്ളിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഡീംഡാണ്. പെർമിഷൻ ഡീംഡാണ്. 30 ദിവസം വരെ സമയമുണ്ട്. ആവശ്യമായിട്ടുള്ള കൂടുതൽ വിവരങ്ങളോ രേഖകളോ വേണമെങ്കിൽ പറയാം. 30 ദിവസത്തിനുള്ളിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഡീംഡാണ്. അപ്പം അതും വലിയ മാറ്റം ഉണ്ടാക്കും. അതെ, അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ പ്രത്യേകത ഒരു ടീമാണല്ലോ. അതിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആ യോഗം വിളിച്ചു. ആ യോഗം വളരെ സൂക്ഷ്മമായിട്ടാണ് ഓരോ വകുപ്പിൻ്റെയും കാര്യങ്ങൾ. അപ്പോൾ വകുപ്പുകളും നോക്കുമ്പോൾ ഇത് ആ വകുപ്പിൻ്റെയാണ്, ഈ വകുപ്പിൻ്റെ എന്നുള്ളത്. നമ്മൾ ടീമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സിയും റൊണാൾഡോയൊക്കെ പാസ് ചെയ്ത് പോകുന്ന പോലെ വകുപ്പുകൾക്കിടയിൽ ആരോഗ്യകരമായിട്ടൊരു മത്സരമുണ്ട്. ആരാണ് കൂടുതൽ വേഗത്തിൽ ഈ നടപ്പിലാക്കുന്നത്? അതെ, നിങ്ങളാണ് ആദ്യം കൊണ്ടുപോകുന്നത്. അതെ 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 ആദ്യം തന്നെ കൊണ്ടുപോകുന്നു. മറ്റു വകുപ്പുകൾ അതിലേക്ക് എത്തുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ നമ്മുടെ ചെറുപ്പക്കാർ, ഇപ്പോൾ രാജേഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ലിങ്ക്ഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് റിവേഴ്സ് മൈഗ്രേഷൻ 172% ഗ്രോത്ത് റേറ്റ്. ഈ ഒരു വർഷം 40,000 പ്രൊഫഷണലുകൾ അമേരിക്ക, UK, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ജോലി കയറി എന്നുള്ളതാണ്. ചിലർ പറഞ്ഞാൽ അവിടെ പണിയില്ലാത്തതുകൊണ്ട് തിരിച്ചൊന്നുമല്ല. റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഇക്കോ സിസ്റ്റം ഇതേപോലൊരു 5 കൊല്ലത്തേക്ക് മുന്നോട്ട് പോയാൽ, ഇപ്പോൾ നമ്മളെല്ലാവരും സെമിനാറുകൾ സംഘടിപ്പിക്കാൻ പോവാണല്ലോ. 2039 എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് 31 പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ഉള്ള വലിയ മാറ്റത്തിലേക്ക് കേരളം പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
എന്തായാലും വ്യവസായ വകുപ്പിനും നമ്മുടെ കേരളത്തിനും ഏറെ സഹായകരമായ വിപ്ലവകരമായ മാറ്റങ്ങളാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകിയിട്ടുള്ളത്. അതിന് കേരളത്തിലെ സംരംഭക സമൂഹത്തിനും ഭാവി തലമുറയ്ക്കും വേണ്ടി ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതാണ്. ഒന്ന് ഏകോപനം, മറ്റൊന്ന് തുടർച്ച. ഒരു ടീം എന്ന നിലയിൽ ഇത്രയും ഒത്തിണക്കത്തോടെ, അത്രമാത്രം ഒത്തിണക്കത്തോടെ നമ്മുടെ എല്ലാ വകുപ്പുകൾക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്താണോ അത് വ്യവസായ വകുപ്പ് മാത്രമല്ല മറ്റെല്ലാ വകുപ്പുകളും ചേർന്ന് ചെയ്യുന്നു. മറ്റൊരു വകുപ്പിൻ്റെ ഒരു കാര്യം ആവണ സമയത്തും മറ്റ് വകുപ്പുകളെല്ലാം കൂടി ചെയ്യുന്നു. അപ്പോൾ ആ ഏകോപനം, രണ്ട് തുടർച്ച, ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയുണ്ടായതാണ് ഇത്രയും വലിയ ഈ വ്യവസായ വളർച്ചയുടെ മാത്രമല്ല വലിയ പശ്ചാത്തല സൗകര്യ വികസനം. കിഫ്ബി, വിഴിഞ്ഞം ഒക്കെ യാഥാർത്ഥ്യമായതിൻ്റെ, നമ്മുടെ ഇൻഡസ്ട്രിയൽ കോറിഡോർ, ഇതെല്ലാം യാഥാർത്ഥ്യമായതിൻ്റെ കാരണം ഈ തുടർച്ചയാണ്. ഇപ്പോൾ തുടർച്ച ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഇടർച്ച ഉണ്ടായ കാലത്തെല്ലാം വലിയ തിരിച്ചടി കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ തുടർച്ച ഉണ്ടാവാതെ ഇടർച്ച ഉണ്ടായപ്പോൾ, നയങ്ങളുടെ ഇടർച്ച ഉണ്ടായ സമയത്ത് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നയങ്ങളുടെ തുടർച്ച, വിഷനിലുള്ള തുടർച്ച, ഈ ഒരു ഇപ്പോൾ LDF ഗവൺമെൻറ്റിൻ്റെ ഒരു വിഷനാണല്ലോ നവകേരളം എന്നൊരു വിഷനല്ലേ. വിഷൻ, നയം, ആക്ഷൻ, ഇത് മൂന്നിൻ്റെയും തുടർച്ച ആണ് ഇത്രയും വലിയ റിസൾട്ട് ഉണ്ടാക്കിയത്. ആ തുടർച്ച വിപ്ലവകരമായ മാറ്റം കേരളത്തിലുണ്ടാക്കും, ഒരു സംശയം വേണ്ട. അതിനുവേണ്ടി വീണ്ടും നമുക്കെല്ലാവർക്കും ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. നമ്മൾ പറഞ്ഞ ഒരു ലക്ഷ്യമുണ്ട് മുന്നോട്ട് വെച്ച, മധ്യവരുമാന രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കുക, മിഡിൽ ഇൻകം കൺട്രീസിൻ്റെ നിലവാരത്തിലേക്ക്. അത് യാഥാർത്ഥ്യമാക്കാൻ ഈ തുടർച്ച കൊണ്ട് കഴിയും. അതെ, ഇതാണ് പ്രധാനം. നമ്മൾ ടീം വർക്ക് മുഖ്യമന്ത്രി നയിക്കുന്നു, ബാക്കിയുള്ള ടീം ഒറ്റയ്ക്ക് മുന്നേറാനല്ല, പാസ് ചെയ്ത് ഒന്നിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വലിയൊരു ടീം വർക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകതയാണ്. അതിൽ ഇപ്പോൾ ഈ വ്യവസായ മേഖലയിലെ വലിയ പീസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഒന്നാമതായി. അതിന് പ്രധാന കാരണം എല്ലാ വകുപ്പുകളും നടത്തിയിട്ടുള്ള മാറ്റങ്ങളും പരിഷ്കാരങ്ങളുമാണ്. ഇനിയും അതിനെ യാഥാർത്ഥ്യമാക്കുന്നതിലും കൂടുതൽ നിക്ഷേപങ്ങൾ എത്തിക്കുന്നതിലും ഈ ശ്രമം നമുക്ക് ഒന്നിച്ചു തുടരാം.